ഹായ് ഓൾ, വെൽക്കം ടു CIT സമഗ്ര. ഇന്നത്തെ PYQ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 150/2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. ആശ നശിച്ചവൻ എന്ന ഒറ്റപ്പദം എന്താ? ആശ നശിച്ചവന്റെ ഒറ്റപ്പദമാണ് ഹതാശൻ. ആശ നശിച്ചവന്റെ ഒറ്റപ്പദമാണ് ഹതാശൻ ട്ടോ, ഹതാശൻ. വിപരീത പദം തിരഞ്ഞെടുത്തെഴുതുക. വിപരീത പദം തിരഞ്ഞെടുത്തെഴുതുക. സൂക്ഷ്മം വിപരീതം എന്താ? സൂക്ഷ്മം സ്ഥൂലം. വിപരീതമാണ് സ്ഥൂലം. സൂക്ഷ്മ സ്ഥൂലം. സൂക്ഷ്മം വിപരീത പദമാണ് സ്ഥൂലം. ഇനി ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ വായിക്കാം. ലതാഗ്രഹം, ലതാഗ്രഹം, ലതഗ്രഹം, ലതഗേഹം. എന്താ പറയാ? കറക്റ്റ് ആൻസർ വരുന്നത് ലതാഗൃഹം. ഗൃ എന്നാണ്, ഗ്രഹം എന്നല്ല, ഗൃഹം. ലതാഗ്രഹം, ലതാഗ്രഹം എന്നാണ്, ലതാഗ്രഹം അല്ല, ഗൃഹം, ഗൃഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പകരപദം തിരഞ്ഞെടുക്കുക. പകരപദം തിരഞ്ഞെടുക്കുക. ക്ഷണനം. ക്ഷണനം എന്നുള്ള മീനിങ് എന്താ? ക്ഷണിക്കലാണോ, നിമിഷം എന്നാണോ, വധം എന്നാണോ, വേഗം എന്നാണോ? ക്ഷണനം. ക്ഷണനം എന്ന് പറഞ്ഞാൽ വധം എന്നാട്ടോ മീനിങ്. ക്ഷണനം എന്ന് പറഞ്ഞാൽ വധം, വധം. പദം പിരിച്ചെഴുതുക. വാഗ്വിലാസം. വാഗ്വിലാസം എന്നുള്ളത് പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരിക? വാഗ്വിലാസം എന്നുള്ള പദം പിരിച്ചെഴുതിയാൽ വാക്ക് പ്ലസ് വിലാസമാണ് വാഗ്വിലാസം. വാക്ക് പ്ലസ് വിലാസം വാഗ്വിലാസം. വാഗ്വിലാസം. വാക്ക് പ്ലസ് വിലാസമാണ് വാഗ്വിലാസം, ഗിലാസം. ഇനി ചേർത്ത് എഴുതുക. ശരത് പ്ലസ് ചന്ദ്രൻ എഴുതുമ്പോൾ എങ്ങനെ വരിക? ശരത് പ്ലസ് ചന്ദ്രൻ, ശരത്ചന്ദ്രൻ ട്ടോ. ശരത്ചന്ദ്രൻ എന്നാണ്. ചാന്റെ താഴെ എടുത്തിട്ടുള്ള ചന്ദ്രൻ, ശരത്ചന്ദ്രൻ ആണ്. ശരത് പ്ലസ് ചന്ദ്രൻ, ശരത്ചന്ദ്രനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഞ്ഞിന്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് ഏതാ? മഞ്ഞിന്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ഓപ്ഷൻ വായിക്കാം. നീഹാരം, പ്രാലേയം, ജലധരം, തുഷാരം. ഇതിലേതാ മഞ്ഞിന്റെ പര്യായ പദങ്ങളിൽ പെടാത്തത്? ജലധരം ട്ടോ. ജലധരം എന്നാണ് മഞ്ഞിന്റെ പര്യായ. ജലധരം മീനിങ് എന്താ? സമുദ്രം അല്ലെങ്കിൽ മേഘം എന്നാണ്. ജലധരത്തിന്റെ മീനിങ് ആണ് മേഘം അല്ലെങ്കിൽ സമുദ്രം. മേഘം അല്ലെങ്കിൽ സമുദ്രമാണ് ജലധരം. മഞ്ഞിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? നീഹാരം, പ്രാലേയം, തുഷാരം. നീഹാരം, നീഹാരം, പ്രാലേയം, തുഷാരം. ഇതൊക്കെ എന്താണ്? മഞ്ഞാണ്. ജലധരം എന്നുള്ളത് മേഘം അല്ലെങ്കിൽ സമുദ്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനിശ്ചിതത്വത്തിൽ തുടരുക എന്ന പ്രയോഗത്തിന് തുല്യമായി പ്രയോഗിക്കാവുന്നത് ഏതാ? ഹാങ് ഇൻ ദി ബാലൻസ്. ഹാങ് ഇൻ ദി ബാലൻസ് എന്നാണ്. അനിശ്ചിതത്വത്തിൽ തുടരുക എന്ന പ്രയോഗത്തിന് തുല്യമായി പ്രയോഗിക്കാവുന്നതാണ് ഹാങ് ഇൻ ദി ബാലൻസ് കേട്ടോ. ഹാങ് ഇൻ ദി ബാലൻസ്. ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്ന പദത്തിന് ഏറ്റവും യോജിച്ച മലയാള വിവർത്തനം കണ്ടെത്തുക. ഹിറ്റ് ദ ഹെഡ്ലൈൻസ്. ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്നുള്ളത് പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക. പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക എന്താണ്? ഹിറ്റ് ദ ഹെഡ്ലൈൻസ് കേട്ടോ. ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്നുള്ളത് പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക. ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്നുള്ളത് പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക. താങ്ക് യു.